വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. നല്ല ക്ഷീണിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് ഉള്ളൊരു ഡ്രിങ്കാണ് കോൾഡ് കോഫി. റിഫ്രഷിങ്ങുമാണ്, കൂടാതെ നമുക്ക് നല്ലൊരു എനർജി തരുന്നതുമാണ് കോൾഡ് കോഫി. അപ്പോൾ ഇന്ന് കോൾഡ് കോഫി ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കാം. കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ബ്ലെൻഡറിലേക്ക് അല്ലെങ്കിൽ മിക്സി ജാറിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാലാണ്, സെമി ഫ്രോസൺ ആണ്. അപ്പോൾ ഐസായിട്ടുള്ള പീസസ് ഞാൻ ഇവിടെ ഇട്ടിട്ട് അതിൻ്റെ ലിക്വിഡ് പോർഷൻ മാത്രമേ ഇപ്പോൾ ഒഴിക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ. നല്ല മധുരം വേണ്ടവർക്ക് 3.5-4 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കാം. 3 ടേബിൾ സ്പൂൺ മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. 2 ടീസ്പൂൺ നിറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൂ ആണ്. ഇതിലേക്ക് ഒരു 6 ക്യൂബ് ഐസ് കൂടി ഇടാം. ഐസ് ക്യൂബ്സ് ഒരു 6. ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഒന്നുകൂടെ ഒരു ക്രീമിയ ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫുൾ പാല് ചേർക്കാത്തത് മെയിൻലി ആ ഷുഗർ ഉള്ളതും ഡിസോൾവ് ആകാനായിട്ടാണ്. ആ മെൽറ്റഡ് ആയിട്ടുള്ള പാല് ആദ്യം ചേർത്ത് കോഫിയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഈ 2 ടീസ്പൂൺ ഹീപ്ഡ് ഇടുന്നതിന് പകരം ഒരു 3 ടീസ്പൂൺ ഹീപ്ഡ് വേണം ചേർക്കാം. നല്ല സ്ട്രോങ് ഫ്ലേവർ വേണമെങ്കിൽ. ഇതിലേക്ക് ബാക്കിയുള്ള പാലൂടെ ചേർക്കാം. ഇത് വീണ്ടും ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാം. അപ്പം നമ്മൾ ഐസുള്ള പാൽ ഉപയോഗിക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രോസൺ ആയിട്ടുള്ള പാല് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഫ്രോസൺ ആവാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പാല് കാച്ചിയ ശേഷം ഒന്ന് ഫ്രീസറിൽ ഒരു 6-7 മണിക്കൂർ വെച്ചാൽ മതി. അത് സെമി ഫ്രോസൺ ആവും. ആ ഒരു പാല് വേണം ഉപയോഗിക്കാനായിട്ട്. കോൾഡ് കോഫി റെഡിയായി. നമുക്ക് ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഫി എടുക്കുകയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം, തിളപ്പിച്ചാർച്ച വെള്ളമാണ്. ഇതൊരു പേസ്റ്റ് പോലാക്കി എടുക്കാം. ഇത് ഗ്ലാസ്സിലേക്കൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അൺഈവനായിട്ട് ഒഴിച്ചെടുക്കുക. ഇതേപോലെ അടുത്ത ഗ്ലാസ്സിൽ ഇതേപോലെ ചെയ്യാം. ഇതിലേക്ക് കോൾഡ് കോഫി ഒഴിക്കാം. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീം, വാനില ഐസ്ക്രീം സെർവ് ചെയ്തിട്ട് അതിന് മേലെ കുറച്ച് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് സെർവ് ചെയ്താലും ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കോഫി പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ കോൾഡ് കോഫിയിൽ ഞാൻ കുറച്ച് കോഫി പൗഡറും കൂടെ സ്പ്രിങ്കിൾ ചെയ്തു, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് മെയിൻലി നമ്മൾ കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കോഫിയുടെ ഒരു ബിറ്റർനെസ്സും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കൂടാതെ ഒരു ഭംഗിയും കൂടാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കുമാണ്. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.